എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മടിച്ചിക്കോതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പൗഡർ ഇടാൻ മടി, ഫൗണ്ടേഷൻ ഇടാൻ മടി, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നവർക്കൊക്കെ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ആട്ടയായാലും കുഴപ്പമില്ല, നമ്മളിത് വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വൈറ്റനിങ്ങിന് നന്നായിട്ട്, ബ്രൈറ്റനിങ്ങിന്, ലൈറ്റനിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഗോതമ്പ് പൊടി. നമ്മുടെ ഫേസിന് എത്രയാണോ ആവശ്യമുള്ള അത്രയും മാത്രം എടുക്കുക. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പോൺസാണ്. പോൺസ് വേണമെന്നില്ല, നമുക്ക് ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ പോൺസാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പോൺസ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതും നമുക്ക് ഫേസിന് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മാത്രം നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ, ഇപ്പോൾ ഞാനിവിടെ ആകെ 1 ടീസ്പൂണാണ് പൗഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ബ്ലെൻഡ് ആക്കാനായിട്ട് ആഡ് ചെയ്യാം. മിൽക്ക് വേണമെങ്കിൽ മിൽക്ക്, റോസ് വാട്ടർ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഓയിൽ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അങ്ങനെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ഇടുമ്പോൾ ഒരു തുണ്ട് മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലാണെന്നുണ്ടെങ്കിൽ അതിടുക. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഫേസിന് അനുയോജ്യമായിട്ട്, അതായത് ഇത് മിക്സ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടുക. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് കാണിക്കുന്നത്. വെള്ളമായാലും മതി, യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടണം. ഒരു പേസ്റ്റ് പോലെയുള്ള പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഒരുപാട് ലൂസായി പോവാൻ പാടില്ല. അതാ ഇതുപോലെ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് നോക്കി, സാധാരണ പാക്ക് ഇടുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ പാക്ക് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ആയാലും നമ്മുടെ പൗഡർ ആയാലും എക്സസ് ഓയിൽ വലിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലൂടെ വർക്കൗട്ട് ആവുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് പൗഡർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ക്രീം ഇട്ടിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ല ബ്രൈറ്റനിങ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2-3 ദിവസമായിട്ട് നല്ല അലച്ചിലായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് ഫേസ് ഒന്നും കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ മുഖത്ത് അത്യാവശ്യം നന്നായിട്ട് പിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട്. അപ്പോൾ ടാൻ മാറുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ പാക്ക് ഞാനിപ്പോൾ എൻ്റെ ഫേസിലിട്ട് കാണിക്കാത്തത്. ഇത് ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ പൗഡർ യൂസ് ചെയ്യാൻ എനിക്ക് അത്ര പോലും താല്പര്യമില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സൂത്രപ്പണികളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ആയതിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഫേസിലൊക്കെ ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയിട്ട് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റനിങ് ലുക്ക് തരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൈക്ക് തന്നെ ഒരുപാട്, എൻ്റെ കൈയിൻ്റെ ക്ലോസപ്പ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ലൈൻസ് ഉള്ളൊരു കൈയാണ് എൻ്റെത്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷമുള്ള ക്ലോസപ്പ് ലുക്ക് ഞാൻ കാണിച്ചു തരാൻ, കണ്ടില്ല? ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അത്രയും സോഫ്റ്റ് ആവുന്നുണ്ട്, ബ്രൈറ്റനിങ് ആവുന്നുണ്ട്. നമുക്ക് ഈ പാക്ക് ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, പൗഡറൊക്കെ ഇടാനായിട്ട് മടിയുള്ളവർക്കൊക്കെ എന്തായാലും ഇതുപോലത്തെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.